ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ കാഴ്ച എന്നൊക്കെ പറയാത്തതിന് കാരണം എന്താണെന്നറിയോ? ദീപാവലി ആയില്ലേ, ഇത് ഓണത്തിൻ്റെ വീഡിയോ ആണ്. സെപ്റ്റംബർ 5-ാം തീയതി വെളുപ്പിന് 1 മണിയോടുകൂടിയാണ് മലേഷ്യയിൽ നിന്നും നാട്ടിൽ ഞങ്ങൾ എത്തിയത് കേട്ടോ. കൊച്ചിൻ എയർപോർട്ടിൽ 10 മണിയായപ്പോഴത്തേക്ക് എത്തി. പക്ഷേ ഡ്രൈവ് ചെയ്ത് ഇപ്പോഴത്തെ ഹൈവേയുടെ അവസ്ഥ വളരെ മോശമാണല്ലോ. അതുവഴി ഡ്രൈവ് ചെയ്ത് നേരെ പോയത് വിഷ്ണുവിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ വെളുപ്പിന് 1-1:30 പിന്നെ കിടന്നുറങ്ങിയിട്ട് ദുബിയല്ലേ, അവൻ കുറേ നേരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. അവൻ അപ്പൂപ്പനെയും അമ്മൂമ്മയൊക്കെ കണ്ട് എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഒരു 7 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റു. എന്നിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും കുറേ പൂവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബലൂണൊക്കെ ഇട്ട് വീടൊക്കെ ആകെ ഡെക്കറേറ്റ് ചെയ്ത് 5 വയസ്സുകാരന് 15 വയസ്സുകാരൻ്റെ സൈക്കിളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സന്തോഷം, അവർക്ക് എന്ത് കൊടുത്താൽ കൊച്ചുമനെ സന്തോഷിപ്പിക്കാം എന്നുള്ള ഒരു ആലോചനയാണ്. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും തന്ന ഓണക്കോടിയൊക്കെ ഇട്ട് തൂക്കുട്ടി ഓണം അടിച്ച് പൊളിക്കുകയാണ്. ദുവിയുടെ ഫസ്റ്റ് ഓണം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ദുവിയെ പ്രസവിച്ച് 2020 അവനെ പ്രസവിച്ച് 2021 ഓണത്തിന് അവൻ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ 1 വയസ്സുള്ള കുഞ്ഞിന് എന്ത് ഓണം ഓർമ്മകളാണ് അല്ലേ. ഇപ്പോഴാണ് അവൻ ഓണം ആഘോഷിക്കുന്നത്, അത്തപ്പൂ ഇടുന്നതും ഒക്കെ. പല സമയത്തും സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോകും കേട്ടോ. ഞാനും എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുവിയാണ് പറഞ്ഞത്, ഞാൻ മുന്നേ ഷർട്ടൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പോകുന്നു. എന്നാൽ പിന്നെ നടക്കട്ടെ എന്ന് കരുതി പുറകിൽ നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ മമ്മി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അമ്മ, എൻ്റെ അമ്മായിയമ്മ. അപ്പം മമ്മിയുടെ വീഡിയോ കണ്ടില്ലേ, മമ്മിയാണ് ഫുൾ സപ്പോർട്ട് കേട്ടോ. ഡാൻസ് കളിക്കാനും അങ്ങനെ കളിക്കുക ഇങ്ങനെ കളിക്കുകയെന്ന്. അങ്ങനെ ഡാൻസിൻ്റെയും വീഡിയോ എടുപ്പിൻ്റെ ക്ഷീണം കഴിഞ്ഞ് നേരെ വന്നിരുന്നത് സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ തിരുവോണ സദ്യ. ദുവി ഉണ്ടിരുന്ന മുണ്ടൊക്കെ പറിച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ സദ്യ ഉണ്ണാനിരിക്കുന്നത്. അവനത് ഉടുത്തോണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവന് ഊരിക്കളഞ്ഞിട്ട് നിക്കറൊക്കെ എടുത്തിട്ടു. അവന് ചോറുണ്ണാൻ ഇങ്ങനെ കൈവച്ച് കുഴച്ചുണ്ണാനും അറിയത്തില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഊണൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്നിട്ട് നേരെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരത്ത് എൻ്റെ വീട്ടിലായിരുന്നു ഊണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. സത്യം പറഞ്ഞാൽ വന്ന ഉടനെ ആ ഒരു സന്തോഷത്തിൽ വീഡിയോ എടുക്കാനും അതൊന്നും പറ്റിയില്ല. ഞങ്ങൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ കഥ പറച്ചിലും ഒക്കെ ആയിട്ട് അങ്ങിരുന്നു. അമ്മയുടെ വീട്ടിലോട്ട് പോകണമെന്ന് വിചാരിച്ച് അങ്ങോട്ടും പോയില്ല. പിന്നെ ഞങ്ങൾ വന്ന സന്തോഷത്തിൽ ആങ്ങളെ പോയി കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അമ്മയുടെ വീട്ടിൽ നിന്ന് മൂത്ത ചേട്ടനും വന്നു. അപ്പോൾ മൂത്ത ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. പ്രമോദ് ചേട്ടനും ഭാര്യ ചിന്നു ചേച്ചിയും 2 മക്കളും, അയ്യപ്പനും പിന്നെ ദുർഗ ബേബി. ഈ വർഷം ഞങ്ങളുടെ വീട്ടിൽ ഓണാഘോഷമൊന്നും ഇല്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അമ്മാവൻ മരിച്ചു പോയായിരുന്നു. മരിച്ചിട്ടിപ്പോൾ ഒരാണ്ടായിട്ടില്ല. അതുകൊണ്ട് ഓണാഘോഷമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഓണത്തിന് വരാറേ ഇല്ലല്ലോ. ഇപ്രാവശ്യം എനിക്ക് ലീവ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഓണത്തിനങ്ങ് വന്നതാണ്. അപ്പോൾ ഈ പടക്കം പൊട്ടിയിരുന്ന് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുൻപന്തി നിൽക്കുന്നതാണ് എൻ്റെ ആങ്ങള, ആ നീല ഷർട്ടിട്ട് അദ്ദേഹം. പിന്നെ അദ്ദേഹം ഇപ്പം തീ വാങ്ങിച്ചില്ലേ, അത് അവൻ്റെ മോളുടെ കയ്യിൽ നിന്നാണ്, അമ്മൂസ്. ഓണം വന്നേ അത് ഇതിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് അത് ചെയ്തു. സത്യം പറഞ്ഞാൽ മെമ്മറീസിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. യൂട്യൂബിലിടാനുള്ള വീഡിയോയ്ക്ക് വേണ്ടി ശരിക്കും നല്ല വൃത്തിയായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഈ പടക്കം പൊട്ടലിൻ്റെ ഇടയ്ക്ക് പല കഥാപാത്രങ്ങളും വന്നു പോകുന്നുണ്ട്. ഇതായി വരുന്നത് എൻ്റെ നാത്തൂനാണ്, എൻ്റെ ചേച്ചി. പിന്നെ പുറകിൽ നിൽക്കുന്നതാണ് എൻ്റെ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് അമ്മുച്ചൂട്ടൻ. പിന്നെ അമ്മൂസ് തൂവിയും കൂടെ 10 മാസത്തെ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അമ്മൂസ് ജനിച്ചപ്പോഴാണ് ഞാൻ തൂവിയെ പ്രഗ്നൻ്റ് ആവുന്നത്. സോ അവളെൻ്റെ ഭയങ്കര ഡിയറാണ്. പിന്നെ ഈ പടക്കം പൊട്ടിയിലൊക്കെ കഴിഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ ചോറൊക്കെ ഉണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് തിരിച്ച് മാവേലിക്കരയ്ക്ക് പോയി. ഈ നിൽക്കുന്ന ഓറഞ്ച് ടീഷർട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഈ കൊച്ചു പിള്ളേരുടെ കൂട്ടത്തിലെ ആദ്യത്തെ ചേട്ടൻ, ബിഗ് ബ്രദർ. അവനും എനിക്ക് ഭയങ്കര ഡിയറാണ്. ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ മോനാണ്. പുറയിലാ ചുമന്ന മാക്സി ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ സീമാരി, എൻ്റെ അമ്മ. ഈ മൊമെൻ്റൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ആഘോഷിച്ചു. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് എല്ലാവരെയും മിസ് ചെയ്യുന്നു. അടുത്ത ഓണത്തിന് വീണ്ടും നാട്ടിലെത്താൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയാണ്.